പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. ശുദ്ധർ ശുദ്ധരെല്ലാം ഗീതം പാടും തൻ്റെ വരവിൽ. ശുദ്ധർ ശുദ്ധരെല്ലാം ഗീതം പാടും തൻ്റെ വരവിൽ. ആർത്തും ഘോഷിച്ചും, ആർത്തും ഘോഷിച്ചും ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ, ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു
കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാനെനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാനെനിക്കധികം കൊതിയുണ്ടേ. ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി, കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ. എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരെ പിറ്റേന്നൊപ്പമുണർന്നിടാ. ശരീരങ്ങൾ കൈകൊണ്ട ഭക്തരതായി മരിച്ചോർമ്മേ നിന്റെ മഹത്വമേ ായിരുന്നവരും ഇപ്പോഴുള്ളവരും എന്നേക്കുന്നവരും തന്റെ പിതാവിന്റെ മൗത്വത്തിൽ ശുദ്ധമാരാകുമാരോട് തമ്പുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും 10,000 തിരുമുൻപാകെ പരിഭ്രമിച്ച് വിളച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപന്മാരും സ്ഥലമുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിനെ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാളം നശിച്ചു പോകുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോകുകയും ഭൂമിയിലെ ചേർന്നുപോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെ സൃഷ്ടിതാവിനെയും സൃഷ്ടിശക്തിയുള്ളതാൽ നീ വീണ്ടും സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനാൽ പ്രവർത്തിക്കപ്പെട്ടിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും ഭയങ്കരവും പരിഭ്രമജനകവുമായ നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുൻപ് അവർ വന്നുകൂടുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ എല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ഭയങ്കര സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയെ നിന്റെ വലതുഭാഗത്ത് നിർത്തണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരിൽ ഞാൻ അവൻ എന്നിലും വസിക്കുന്നു. സാര ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള നിന്റെ തിരുവാഗ്ദത്തം നിന്റെ ദാസിയിൽ നിറവേറ്റണമേ. ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. വിലപിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തണമേ. മ്ലാനതയിലിരിക്കുന്നവർക്ക് പ്രത്യാശ കൊടുക്കണമേ.
ഞങ്ങൾ ഞങ്ങളുടെ മരിച്ചുപോയവരും നിന്റെ വലതുഭാഗത്ത് അതിനെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരാസേനേ ജീവസ്വരമതുണർക്കണമേ. പരമതിരുയിരേ കർത്താവേ വല്ലനു കിട്ടിയ നിന്നെ വരം ഹൃദയത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടേ. ദൈവത്തിന്റെ സ്നേഹം ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമരവും സഹവാസവും എല്ലാവരുടെ മേലും കാണിപ്പോയിരിക്കുന്ന ഭക്തദാസിയുടെ ആത്മാവിന്റെയും ദുഃഖത്തിലും വിരാമത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും തുടർന്ന് നടക്കുന്ന സംസ്കാര ശുശ്രൂഷകളിന്റെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. സ്വർഗരാജ്യത്തു ചിന്ന നേരത്ത് കർത്താവെന്നോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലത്തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ. ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നു പമോണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവമക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തേരുവീഥിയിൽ അതികുതുക എന്നു ഞാൻ ചേർന്നിടുമോ? പരിലസിക്കും സ്വർണ്ണത്തേരുവീഥിയിൽ അതികുതുക എന്നു ഞാൻ ചേർന്നിടുമോ? വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേനി, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേനി. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ? എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ?
പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ ആരും കാണാത്ത ഭവനമതിൽ ജയത്തിൻ ഗീതം ഞാൻ പാടും എൻ്റെ പ്രിയനെ കാണുമ്പോൾ അവനെന്നെ മാറോടു ചേർത്തണയ്ക്കും എൻ്റെ പ്രിയനെ കാണുമ്പോൾ അവനെന്നെ മാറോടു ചേർത്തണയ്ക്കും ഈ ലോകം വിട്ടു ഞാൻ പോകും എൻ്റെ യേശുവിനരികിൽ ഈ ലോകം വിട്ടു ഞാൻ പോകും എൻ്റെ യേശുവിനരികിൽ കണ്ണുനീരില്ലാത്ത വീട്ടിൽ പാപം ഇല്ലാത്ത നാട്ടിൽ കണ്ണുനീരില്ലാത്ത വീട്ടിൽ പാപം ഇല്ലാത്ത നാട്ടിൽ യേശുവിനെ പോലെ ആരുള്ളൂ എന്നേശുവിനെ പോലെ ആരുള്ളൂ എൻ കഷ്ടതയിലും കണ്ണുനീരിലും കരുതും യേശുവിനെ പോലെ ആരുള്ളൂ എൻ കഷ്ടതയിലും കണ്ണുനീരിലും കരുതും യേശുവിനെ പോലെ ആരുള്ളൂ യേശുവിനെ പോലെ ആരുള്ളൂ എന്നേശുവിനെ പോലെ ആരുള്ളൂ എൻ കഷ്ടതയിലും കണ്ണുനീരിലും കരുതും യേശുവിനെ പോലെ ആരുള്ളൂ എൻ കഷ്ടതയിലും കണ്ണുനീരിലും കരുതും യേശുവിനെ പോലെ ആരുള്ളൂ ദൈവം കൃപ ചെയ്യും
വേദത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ബ്രതരാമേവർക്കും നൽകുന്നു കവറുകളുള്ളിൽ നിന്നീ അവരവരോട് എഴുന്നേറ്റു വിരേകും നീ സ്തുതി ചെയ്തിടുന്നു ആർക്കുമോ എന്റെ കമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി ജീവിപ്പാനങ്ങട്ട് മരിച്ചത് ഞാൻ എന്നും കാത്താങ്ങളുടെ മകത്താമേലെ മടക്കത്തല പൊങ്ങി നീ ക്യാമറ വിളിക്കൂ വിളിക്കൂ അല്ല ഇത് റെക്കോർഡ് കിടക്കുമല്ലോ ഇത് പുറത്തിട്ടിറങ്ങട്ടെ കൈകൊണ്ട് മരിച്ചോ കരുളണമേ നല്ലോർമ്മ മഹത്വമുദീക്കുന്ന ഞങ്ങളുടെ പിതാവേ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മനുഷ്യരെക്കാരുടെ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങൾ നിങ്ങളെ വിടുകൊള്ളണമേ. ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധമായുള്ളോയെ ഇപ്പോഴും എല്ലായ്പ്പോഴും നിശ്ചിതന്മാരുടെ കൂടെ വസിക്കുമാറാകണമേ. ജീവനെടുത്തിടുമ്പോൾ ചേരുന്നു വാഴ്ത്തെന്നും പ്രതിഭാസത്തിനും വിധവാസുതനെ വിടുവിച്ചോനെ നാമെല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ്ത് ആരാധിക്കണം. ചേർന്ന്
മരിച്ചവരെ ജീവിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ തന്റെ ദാസിയുടെ സൂക്ഷിച്ച മൂന്നാം നിർവഹിക്കുന്ന ഈ സമയത്തും സർവനാളുകളുടെ നേരമുണ്ടെന്നായിരിക്കും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസമൊക്കെയും സ്ത്രീകളും മാനവും ആരാധനയും യോഗ്യമാകുന്നു ഉണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും നീക്കുന്ന നിൽക്കുന്നവരും നിന്റെ പിതാവിനും വിശുദ്ധമാരാമാരുടെ പരിപാലിക്കുന്നവരുമായ സംഖ്യാതീതമായ ജനങ്ങളും 10,000 നിൽക്കുന്നു. ഭയങ്കരന്മാരായ ഹൃദയന്മാരുടെ സ്ത്രീകളാണ് സ്വർഗീയമായ മേഘം നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രഹമാശുദ്ധിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം വെച്ചു പോവുകയും ആദ്യഭൂതങ്ങൾ കഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ചേർന്നു പോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിനെ വിഷ്ണുവരെ സൃഷ്ടിക്കപ്പെടുകയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സർവവംശങ്ങളും ഗോത്രങ്ങളും പരിപ്രജനവും ഭയങ്കരവുമായ എന്റെ സിംഹാസനം കാവന്നു കൂടുകയും ചെയ്യുന്നു. ഫലവാനുകാരണ്യമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിർവഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാവിനെ നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും ദുഃഖംപാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും ഞാൻ വസിക്കുന്നു. അവസാന ദിവസത്തെ ഞാൻ അനേക പ്രേരിപ്പിക്കുന്ന ജീവനുള്ള തിരുവായിക്കൊണ്ട് അർപ്പിച്ചെടുക്കുമായ വചനം ഞങ്ങളുടെ നിറവേറ്റാണ്. ഞങ്ങളെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രം വരേറ്റുകയും ചെയ്യുമാറാകണമേ. പരിഹാരവും ഭാവങ്ങൾക്ക് മോചനവും രണ്ടോകൊണ്ടുവന്നു നീക്കണം പ്രാപിക്കുമാറാകട്ടെ. സകലങ്ങളോടും വഴിയായി ഞാൻ പോകും നേരം കേട്ടേ ശ്രദ്ധിച്ചു തോന്നും നിലത്തെ തരുണന്മാരെയും ബാലന്മാരെയും കണ്ടേ പ്രബോധനകളും ദാസികളും സന്താപാരാവത്തിൽ പാടുന്നു. ചോദിച്ചേടും സുന്ദരരെ ഹൃദയോടെന്തിനു പാടിയിടുന്നോ കോതി മൂട പിന്നാതെ കാണുന്നൊരു സൗന്ദര്യ പാതാളത്തിൽ പാടാൻ പോയിടോ ഈ രക്താംബരതുജിതേയുള്ളോർത്തൻ ഭൂഷ സ്വഭഗതയെ വർണ്ണശേഷം വായിക്കും ഈ സൗന്ദര്യ കാലത്തിൽ എളിവാകും സൂര്യതുല്യ ഈ സൗന്ദര്യം കൊടിയിന്മേലും മഞ്ഞിന് തുല്യ ഈ സൗന്ദര്യ സന്ധ്യാവേളയതിൽ പാടിയിടുമ്പോ വിനതുല്യ പാദത്തിൽ പാടാം രൂപത്തിൽ കർത്താവേ ജീവൻ നൽകേ തേജോവസനം നീ അതിനെ അണിച്ചിടണമേ സർവ ഈശാസ്തോത്രം സ്തോത്രം ിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ മോഹിനിയ വാസനം ഇവിടെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമ്പാകണവും പ്രസന്നതയ്ക്കുള്ള അർഹയാക്കണമേ. മോഹൻ പരിചാരികതന്നാത്മാത്തെ സമാധാനം കൈക്കൊള്ളുക. കൺവശമകിലം മോചിക്ക ഇവിടെ വിധിക്കരുതേ നാഥ. നിർമ്മായൻ നീയേ അപരാധികൾ അർഹിച്ചിടും നരകത്തിൽ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണമരപോകേണം പാർക്കുമോ ആമതിയെ നീ ഞെളിയേണ്ട മൃതരായോർമേ. അവർ
മേൽന്നില്ലതിന് അധികാരവും അവകാശമതും ബലവാനാവരെ വിസ്തരണം ചെയ്യുവാനൂര് സാക്ഷാലവകാശികളും സുതരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്ന് വേഗം സ്വർഗമഹാരാജീടമരണത്തെ ഞാൻ നിദ്രാഭീതിയുമില്ല ദൈവം നടത്തിയിടും വിധിയോത്തഞ്ചിടും ഞാൻ വാഴ്ക്കുമോ ഈ വാഗ്ദാനത്തെ നാടായി സ്വർഗമഹത്വം ചാർത്തിയിടും ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടാനൊരു കാത്തോരാഗജാ സ്ത്രീകള നീ ഭാവിക്കും സഹജീവരുദ്ധാനത്തിൽ യാകുലലോകമതിൻ ചിന്താ വിഷയമത ആദിമകാലത്തെ മാനസമോറി സൃഷ്ടിയോർത്തൊരു ഞാൻ ശാബദ്ധ മൃത്യുനിമിത്തം വേർപിരിയും നാൾ വരെയും നാരികളത്യധികം വിജയിൽ നാൾ പോക്കി വേദനയോടു സുതരെ പ്രസവിച്ചിടും പോയി പോയി വേർപിരിയും മാതാവേ ഓർക്കിടുമാർഗജരിൽ പുയരുന്നു പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ യോജിച്ചിടുന്നു ഈ ദീനാരാവും കേൾക്കുന്നോരില്ല ഏതോടൊപ്പം കരയുന്നു ദൂതൻ എന്നിൽ ഭ്രമമേറ്റി നേരയ പീഡകളാ മർദ്ദിച്ചങ്കങ്ങൾ വടിമൂന്നാലെന്നെ താടിച്ച ഞാനാശ്രയഹീന ഞാനയ്യോദീന എൻ സൃഷ്ടിയനാഥ ഹൃദയാൽ പുതുതാകാം പൂർണ്ണാപുരുദ്ധാരദിനെ എന്നോട് സൃഷ്ടിയതി നോക്കിയിടണമേ പ്രതിബന്ധം ഹൃദയായി തീർന്നൊരു സഹജയ്ക്കായി നിങ്ങൾ അവരൊന്നാകണമേ പുനരുത്ഥാനത്തിൽ യുഗദോഷ സത്യമിടും വിധി പാടേണം പരിശുദ്ധന്മാരോ തിവളിൻ സ്തുതിഗീതം തന്നുയരും സുതനു ശരീര മകൾ പാടണമേ. അതിനായാലനച്ഛൻ ശുശ്രൂഷകരെ ഈ പ്രിയ മാതാവിന്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ 70 ഏറെയായാൽ 80 എന്ന് നാം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ 92 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവിക സാക്ഷ്യത്തോടും സന്തോഷത്തോടും കൂടെ ജീവിച്ച ഒരു മാതാവാണ് ഈ പെട്ടിക്കുള്ളിൽ ഒതുങ്ങി ഈ ലോകത്തോട് വിട പറയുന്നത്. നമ്മളുടെ വിശ്വാസികൾക്ക്, സഭാവിശ്വാസികൾക്ക് എന്നും ഓർക്കാവുന്ന ഒരു ദിവസമാണ്. പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബ കാലം ചെയ്ത ദിവസമാണ് ഇന്ന്. അതേ ദിവസത്തിലാണ് ഈ അമ്മയും ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, 92 വർഷക്കാലം ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എത്രയോ പേര് ബാല്യത്തിൽ കൊഴിഞ്ഞു പോകുന്നു, യൗവനത്തിൽ ഇടറിപ്പോകുന്നു, വാർദ്ധക്യത്തിൽ ആരുടെയും സഹായവും സ്നേഹവും ശുശ്രൂഷയും ലഭിക്കാതെ നിരാശരാകുന്നു. എന്നാൽ ഈ അമ്മയെ, ഈ കുടുംബ ശ്വാസം വലിക്കുവാനുള്ള അവസരം ഇവിടെ ക്രമീകരണം ചെയ്ത് ഈ അമ്മ ജീവിച്ചു. ഞാനും അച്ഛനും കൂടെ
ഏകദേശം ഒരു മാസത്തിന് മുമ്പ് വന്ന വിശുദ്ധ കുർബാനയൊക്കെ നൽകിയത് സുബോധത്തോടെ ഈ അമ്മ സ്വീകരിച്ചത് ഓർക്കുകയായിരുന്നു. പ്രിയ മക്കളും മരുമക്കളും ഒക്കെ കുടുംബങ്ങളും ഒക്കെ അടുത്തടുത്തായിട്ട് നിന്നുകൊണ്ട് അവരുടെ കഴിവിനപ്പുറമായ സ്നേഹ ശുശ്രൂഷകളൊക്കെ നൽകുന്നു. ഇന്ന് ലോകം ഒരു വലിയ ഭീതിയിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോവുകയാണ്. ഒരർത്ഥത്തിൽ ഈ അമ്മയ്ക്കൊരു ചുംബനമെങ്കിലും കൊടുത്ത് യാത്ര അയക്കുവാൻ നമുക്ക് കഴിയുന്നല്ലോ. എത്രയോ പേര് മാതാപിതാക്കളെ അന്ത്യകർമ്മങ്ങൾക്ക് വന്നു പങ്കെടുക്കുവാൻ പോലും കഴിയാതെ വിദേശികൾ നിരാശയോടുകൂടെ ഈ ലൈവ് ടെലികാസ്റ്റിൽ മാത്രം സംതൃപ്തി അടഞ്ഞ ദുഃഖകരമായ അനുഭവമുള്ളപ്പോൾ ഈ അമ്മയ്ക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും ശുശ്രൂഷകളും യാത്രയും ഒക്കെ നൽകുവാൻ കുടുംബാംഗങ്ങൾക്കിടയായി. വേദനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, കർത്താവിൽ മൃതരായവർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. എന്താണ് മരണം എന്നുള്ളതിനെ കുറിച്ച് ഏറ്റവും വലിയ വചന സന്ദേശമാണിത്. മരണം ഒരു ഭാഗ്യാവസ്ഥയാണ്. ഞാനോ ലോകപ്രകാരം നമ്മൾ ആരുമോ മരണം ഭാഗ്യമാണെന്ന് പറയുകയില്ല, ഇല്ലേ? അത് നഷ്ടവും വേദനയും നിരാശയും എന്ന് പറയുമ്പോൾ ദൈവജനം പഠിപ്പിക്കുന്ന ഒരു ഭാഗ്യാവസ്ഥയാണെന്ന്. എങ്ങനെയാണ് ഇത് ഭാഗ്യാവസ്ഥയാകുന്നത്? കാരണം ഈ അമ്മ ഈ ലോകത്തിൽ മക്കളോടും പ്രിയപ്പെട്ടവരോടും സ്നേഹിതരോടും ചേർന്ന് വസിച്ചെങ്കിൽ ഇനിയും കാണുന്നത് ആരെയാ? കർത്താവിനെ മുഖത്തോട് മുഖം കാണുന്ന ആ തേജസ്സിന്റെ സന്തോഷത്തിലേക്കാണ് ഈ അമ്മ പ്രവേശിക്കുന്നെന്നുള്ളത് കൊണ്ടാണ് ഈ മരണം ഭാഗ്യാവസ്ഥയാകുന്നത്. രണ്ട്, ഈ അമ്മ ഈ ഭാഗ്യകരമായ ഭവനത്തിൽ 92 വർഷക്കാലം ജീവിച്ചു. എന്നാൽ ഇത് കൈകൊണ്ടും കല്ലുകൊണ്ടും സിമെന്റ് കൊണ്ടൊക്കെ പണിത ഭവനമാണെങ്കിൽ കൈകളാൽ തീർക്കപ്പെടാത്ത മോക്ഷഭവനത്തിന്റെ അവകാശത്തിൽ ഈ അമ്മ യാത്രയാവുകയാണ്. അതുകൊണ്ടാണ് ഈ മരണം ഭാഗ്യാവസ്ഥ എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ അമ്മ ഈ ഭവനത്തിൽ പാർത്തപ്പോൾ സ്വർഗീയ ഭവനത്തിന് വേണ്ടി പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഈ ഭർത്താവിൻകുട്ടി പറയുകയായിരുന്നു, നടന്നു പോകുവാൻ സാഹചര്യമുള്ള സന്ദർഭത്തിലൊക്കെ ദേവാലയത്തിൽ സ്ഥിരമായിട്ട് വരുമായിരുന്നു. വലിയ ശുദ്ധ കുർബാന അനുഭവിക്കുമായിരുന്നു. മക്കളെയൊക്കെ ദൈവവിശ്വാസത്തെ വളർത്തുമായിരുന്നു. ഇവിടെ കഴിഞ്ഞ നാളുകളിൽ ഒരു വലിയ പ്രളയമുണ്ടായപ്പോൾ ഈ അമ്മ ഇവിടെ വന്നവരോട് ഭർത്താവിൻകുട്ടിയോടൊക്കെ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, എല്ലാ സ്ഥലവും വീടും ഒക്കെ പ്രളയത്തിൽ പള്ളികളൊക്കെ മുങ്ങിപ്പോയി. എന്നാൽ പരമര പള്ളിയും പതിഞ്ഞറ പള്ളിയും ഒരു ദോഷവും സംഭവിക്കാതെ പ്രളയത്തെ അതിജീവിച്ച് അത് ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞു. ആ പള്ളിയെക്കുറിച്ച്, തൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, തൻ്റെ പൈതൃകത്തെക്കുറിച്ച് ഉള്ള വലിയ നേർസാക്ഷ്യമാണ് ആ പ്രഖ്യാപനം. ഹൃദയത്തിൻ്റെ അന്തർധാരയിൽ നിന്ന് ഉരുവിടുന്നതായിരുന്നു ആ പ്രഖ്യാപനം. എൻ്റെ പള്ളി. ഇന്ന് ഈ വികാരവും ഈ ചിന്തയും ഈ വിശ്വാസമൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കണം, കർമ്മങ്ങൾ പോകണം എന്നുള്ളതിലുപരി എൻ്റെ സഭ, എൻ്റെ പള്ളി, എനിക്ക് വേണ്ടിയുള്ള ആരാധന, ഈ ചിന്തകളൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഈ അമ്മയ്ക്ക് സഭയോടും ദേവാലയത്തോടുമൊക്കെ പ്രതിബദ്ധത വെളിവാക്കുന്നതായിരുന്നു ആ സന്ദേശം. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എൻ്റെ ജീവിതമാണ് സന്ദേശം. ഇന്ന് സന്ദേശങ്ങളില്ലാത്ത ജീവിതങ്ങൾ അനവധിയുള്ളപ്പോൾ അതേ ഡിഗ്രിയോ പാണ്ഡിത്യമോ ജോലിയോ സമ്പത്തിൻ്റെ അളവുകോലോ ഒന്നുമല്ലായിരുന്നു. ജീവിതത്തിൻ്റെ ഭക്തി എന്ന അളവുകോലിൽ ദൈവത്തോട് അടുത്തു ചെന്ന ഒരു ഉന്നത വനിതാരക്തമാണ് ഈ പ്രിയമാതാവ്. എങ്ങനെയാണ് ഈ മരണം ഭാഗ്യാവസ്ഥയാകുന്നതെന്ന് മൂന്നാമതായി ദൈവജനം പറയുന്നു. ആകയാൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിന്ന് ആരാധന അർപ്പിക്കുന്നു. മുമ്പേ പോയ ഭവനത്തിലെ വിശ്വാസം അത് കർത്താവ് കാണിച്ചു തന്നതാണ്. കർത്താവിന് മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് യേശു ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ അവനെ എവിടെ വച്ചു? അപ്പോൾ അവർ പറയുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് പലരും ചോദിക്കുന്ന ചോദ്യം, എന്തിനാ കർത്താവ് മരിച്ചടക്കിയ സ്ഥലവും കല്ലറയൊക്കെ ഇനി ചോദിക്കുന്നത്? ഇന്നത്തെ ഒരു പ്രധാന ചോദ്യമാണ്. അപ്പോൾ കർത്താവ് ആ കല്ലറയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് മരിച്ചവനെ പേർ ചൊല്ലി ലാസറേ എന്ന് വിളിക്കുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. മരിച്ചവർ മൗനതയിലല്ല, മറിച്ച് ജീവൻ നൽകിയവൻ വിളിക്കുമ്പോൾ ആ ജീവന്റെ ഉയർപ്പിലേക്ക് അവൻ കടന്നു വരും. ലാസറേ എന്ന് വിളിക്കുമ്പോൾ അവർ എഴുന്നേൽക്കുകയാണ്. അവന്റെ കെട്ടുകളെ അഴിപ്പി, അവൻ പോകട്ടെ. അതെ, ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള കർത്താവ് തന്റെ മക്കളെ വിളിക്കുമ്പോൾ ഉയർത്തെടുക്കുന്ന ഒരു വലിയ നാരികയുണ്ട് എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു.
അതുകൊണ്ടാണ് സത്യക്രിസ്ത്യാനികൾ ജീവിച്ചിരിക്കുമ്പോഴും അവർ മരിച്ചു പോകുമ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും. അത് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. 92 വർഷക്കാലം നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് അതേ വിശ്വാസത്തോടെ നീതിയുടെ കിരീടത്തിനായി ദൈവസന്നിധിയിലേക്ക് പോകുന്ന ഈ അമ്മയ്ക്ക് കർത്താവ് ജീവന്റെ കിരീടം അണിയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയുടെയും മാവേലിക്കര ഭദ്രാസനത്തിന്റെയും പത്തിച്ചിറ സെന്റ് ജോൺസ് വലിയ പള്ളിയുടെയും പത്തിച്ചിറ കര പ്രാർത്ഥനാ യോഗങ്ങളുടെയും ആധ്യാത്മിക സംഘടന അനുശോചനം രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. പ്രാർത്ഥന നിർവഹിക്കുന്നു. ദൈവം കൃപ ചെയ്യും. ചെടി പോലെ പാർക്കുമോ ശരീരം ഭക്ഷി പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനാം ഞാൻ ജീവിപ്പാനങ്ങൾക്ക് മരിച്ചത് ഞാൻ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ അനുഗ്രഹമായി പൂർത്തീകരിക്കുന്നു. തുടർന്ന് മൃതശരീരം സംസ്കരിക്കുവാനായിട്ട് പത്തിച്ചിറ വലിവഴിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ ഏറ്റവും മുന്നിലായിട്ട് വിലാപ ഗീതങ്ങൾ പാടിക്കൊണ്ടുള്ള വാഹനം, അതിൻ്റെ പിറകിലായിട്ട് കുടുംബാംഗങ്ങൾ സംബന്ധിക്കാനായിട്ടുള്ളവർ അവർ പ്രവേശിച്ചിട്ടുള്ള വാഹനം, ഏറ്റവും പിറകിലായി മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഈ ക്രമത്തിലായിരിക്കും. ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഇപ്പോൾ ഈ അമ്മച്ചിയെ കണ്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമാണ്. ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് 20 പേർക്കാണ് പങ്കെടുക്കുവാനുള്ള ഗവൺമെന്റും ആരോഗ്യ പ്രവർത്തകരുടെ അനുവാദം. അതുകൊണ്ട് ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പങ്കെടുക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർ കൂടെ തന്നെ വെച്ച് ഉപചാരം അർപ്പിച്ച് മടങ്ങി പോകാവുന്നതാണ്. ഇപ്പോൾ ഈ കുടുംബം ഉൾക്കൊള്ളുന്ന പത്തിച്ചിറ സെന്റ് പോൾസ് പ്രാർത്ഥനാ യോഗത്തിന് വേണ്ടി സെക്രട്ടറി ശ്രീ പാപ്പച്ചായൻ അവരോട് ഇവിടെ പുഷ്പചക്രം സമർപ്പിക്കുന്നു. ഇപ്പോൾ അന്ത്യചുംബനം നൽകുവാനായിട്ടുള്ളവർക്ക് ചുംബനം നൽകാവുന്നതാണ്. അതിനുശേഷം മൃതശരീരം ആംബുലൻസിലേക്ക് എടുക്കാവുന്നതാണ്. വത്സലരേ ദൂര തിന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ മൃതി പാതാള കവാടത്തിൽ ബന്ധിച്ചിന്നേ.
മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോ ചുറ്റും പാർത്തി തുണ ചെയ്യുവാൻ വന്നില്ലാരും. വിളിക്കൂട്ടുന്നോർക്കാൻ വെളിവാകും നാഥാ, നിൻ ദൈവികമാ വല്ലഭാഗേ നിർത്തണമെന്നേ. വത്സലരേ സത്യം ഭയമാർ നീടുന്നേ. കഠിന ഭയത്താൽ എന്നകതാ ീളകിടുന്നു. ജഗദീരക്ഷകനാ മശീഹ നൃപനൻ കാൾവിട്ടതിന പോകും നേ സങ്കടപൂർവം. ഭുവനനിവാസികളെ ശുഭമോടു വാണിടുവിൻ. ലോകമായന്മാർക്കില്ല ഗുണം കാലം മൂലം. പോകും നീ നൽക എൻ്റെ കണക്കെല്ലാം സർവരഹസ്യ വിധീശൻ തൻ തിരുസന്നിധിയിൽ.
പ്രിയപ്പെട്ട ദേവാലയത്തിന്റെ അനുഭവം വഹിച്ചുകൊണ്ട് ശ്രീ ജോലി ശരീരത്തിൽ പുഷ്പേക്കം സമർപ്പിക്കുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള അവസാനത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നു. ദൈവമായ വഴിനടത്തപ്പെടുവാൻ സമയാക്കണമേ. പിതാവിനും മനുഷ്യർക്കുമായുമായുള്ളവേ കേൾക്കുവാനാകണമേ. Abraham
Hallelujah.
ഇതാ
ലംഘിച്ചെങ്കിൽ ഞാൻ മരതീയും നിമരസമ്പത്ത പ്രതിയാമൃതനെ മൃദയം മരിച്ചോനെ ഈശോദേ ഞങ്ങളുടെ
സംസ്കരിക്കുന്നതിനായി പ്രതികളെ സഞ്ചരിയിലേക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ വത്സലരേ ദൂര തിന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ പാതാള കവാടത്തിൽ ബന്ധിച്ചിന്നേ. മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോ ജീവൻ
എന്നെ മനസ്സിലായി ലൈവ് പോയിക്കൊണ്ടിരിക്കും. മൺമേനെ കേറി കേണ്ട നീ മതിയും ജീവനുമേ കേടോ ദൈവസുരൻ ഞാനെന്നോ ബഹുബലവാനം സ്വർഗീയൻ ചാതൂര്യത്തോട് ഭുവനത്തെ മരണമുഖത്തെ ബന്ധി തിരുവിക്കൽ ശ്രേഷ്ഠാവുന്നതരായി മേകളിൽ നിന്നോ ഭീകരാകും വിരിക താക്കള ഭരണത്തിൽ നിന്നോ നീക്കുന്നു. മുഖന്നപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലുയ്യ ഭക്തന്മാർ ദൈവം കൃപ ചെയ്യോ. ഏവർക്കും നൽകുന്നു അംഗത്തെട്ട് മരിച്ചത് ഞാനെന്നും സത്യവിശ്വാസത്തോടെ ഈ ദാസിയെ ചെയ്യണമേ. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും യോഗ്യതയോടും കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണ്ണമായ ഉന്നത സ്ഥാനങ്ങൾ നൽകട്ടെ. സ്വർഗരാജ്യത്തിലെ മഹായും കോട്ടവും മേശയും കർത്താവ് ഇവൾക്ക് നൽകുമാറാകട്ടെ. ദൈവം തന്റെ ശരണത്തിന് വേണ്ടി ആശ്വസിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്റെ എന്നേക്കും രണ്ട് ലോകങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവമായ പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ നിങ്ങളെയും വിശ്വാസികളായ ആശ്വസിക്കുമാറാകട്ടെ. പിതാവുകളും പരിശുദ്ധമായ കുറ്റമുള്ളതുമായ പ്രാർത്ഥനയുള്ള കേൾക്കപ്പെടുന്നു അംഗീകരിക്കപ്പെടുന്നതാണ് തീർക്കണമേ. പിതാവാം സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധമായ സമൂഹവും ആവാസവും കൂട്ടും നാമനും സൂക്ഷിപ്പും കൃപയും നാം എല്ലാവരുടെയും വിശേഷാൽ നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ കർത്തദാസിന്റെ ആത്മാവിന്റെ പേരിൽ ദുഃഖാന്തര കുടുംബാംഗങ്ങളുടെ പേരിൽ ഇപ്പോഴെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.
സന്ധ്യ വരെ ജീവിച്ചിരിക്കുകയില്ലെന്ന് രാവിലെ നീ മനസ്സിൽ കരുതിക്കൊള്ളുക. സന്ധ്യയാകുമ്പോൾ വെളുക്കുവോളം ജീവിച്ചിരിക്കുമെന്നും മനസ്സിൽ കരുതേണ്ട. ആകയാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. മരണം ഒരുക്കമില്ലാത്തവനായി ഒരിക്കലും നിന്നെ കണ്ടുമുട്ടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഹേ മനുഷ്യ, നിനക്ക് ഒരു ദിവസം